നമുക്ക് ചേർന്ന ശരിയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള ഐറ്റം ആട്ടോ. ഇത് നമ്മുടെ ക്രഷ്ഡ് ഓർഗൻസ സിൽക്കിൻ്റെ കൂടിയ ഫാബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് എല്ലാം അടിപൊളിയാണ്. നല്ല കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വർക്ക് വൈറ്റ് കളർ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. ടോപ്പിൻ്റെയും താഴത്തെ ബോർഡർ കംപ്ലീറ്റ് വീതിയുള്ള സൈസ് ഡിസൈനാണ് കേട്ടോ. അതെല്ലാം നല്ല ഫിനിഷിംഗ് ഉള്ള സൈസ് വർക്കാണ് പോയേക്കുന്നത്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. ഫസ്റ്റ് കളർ തന്നെ നല്ല ഒനിയൻ പിങ്കിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഷെയ്ഡ് എന്ന് പറയാം. ഭയങ്കര ലെങ്ത് ആട്ടോ. ലെങ്ത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. നമ്പർ AK 329. പിന്നെ പ്രൈസ് 1290 ഉള്ളൂ. 1290. രണ്ടാമത്തെ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ആട്ടോ. ഇതിൻ്റെ അകത്ത് ഷെയ്ഡ്സ് എല്ലാം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കളേഴ്സാണ്. നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു മെറ്റീരിയൽ വരുന്നതിനേക്കാളും കളറിന് എപ്പോഴും ഒരു വ്യത്യാസപ്പെടുത്തിയാണ് ഈ ഒരു ക്രഷ്ഡ് സിൽക്കേ വരാറുള്ളത്. അപ്പോൾ നോർമൽ ക്രഷിനേക്കാളും അതിന് ആ ഒരു ഡിസൈന് തന്നെ ഒരു യുണീക്ക് ഇത് പോകുന്നുണ്ട്. സാധാരണ ഇങ്ങനെ മൊത്തത്തിലുള്ള ചുളുക്കം പോലെയല്ല കേട്ടോ. അത് തന്നെ ഒരു ഡിസൈൻ പോലെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഫുൾ വൈറ്റ് കളർ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. താഴത്തെ ബോർഡറായത് എന്തായാലും തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ലുക്കുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. ഇതിൻ്റെ നമ്പർ AK 332. റേറ്റ് സെയിം ആണ്. അടുത്ത ഷെയ്ഡ് കാണാം. അടുത്ത ഷെയ്ഡ് ഇതും നല്ല കളറാട്ടോ. ഭയങ്കര രസമുള്ളൊരു ബ്ലൂ കളർ. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയുടെ ബോർഡർ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കാലപ്പ് തന്നെ 3 ലെയറിലാണ് ആ സ്കാലപ്പ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയും ടോപ്പും ഒക്കെയാണ്. ഭയങ്കര നല്ലൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണ് കേട്ടോ. സാധാരണ ബ്ലൂവിനേക്കാളും കുറച്ചൊരു രസമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ചെറിയ വേരിയേഷൻ കാണും. പക്ഷേ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ AK 331. റേറ്റ് 1290. ഇതിൻ്റെ അകത്തെ അടുത്ത ഷെയ്ഡ് ലൈറ്റ് ലാവണ്ടർ കളറാണ് കേട്ടോ. എല്ലാ കളേഴ്സും നല്ലതാണ്. ഈ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയാലും അതിൻ്റെതായ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് കളേഴ്സാണ്. നോർമലി വരുന്ന പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ആ ഒരു കളർ ചാർട്ടിനേക്കാളും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഇത് താഴെയാട്ടോ. ഞാൻ എല്ലാം തിരിച്ച് വെച്ച് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ നെക്ക് നല്ലൊരു നോർമൽ നെക്കോ സ്ക്വയറോ റൗണ്ടോ ഒക്കെ കൊടുത്തിട്ട് ഇത് താഴെ വരുമ്പം ദാമൻ പോർഷനിൽ ഈ ഡിസൈൻ വരുമ്പം ഭയങ്കര ലുക്കാട്ടോ ഈ ഒരു ഐറ്റം ഇട്ട് കാണാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ദുപ്പട്ട. ഫുള്ളായിട്ട് നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഇത് ഭയങ്കര റീസണബിൾ ആട്ടോ. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു 1500 ബില്ല് റേഞ്ച് പറയുന്ന ഐറ്റമാണ്. ഇതിൻ്റെ നമ്പർ AK 330. റേറ്റ് 1290. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഇതിനകത്ത് മൊത്തം ഒരു 5 ഷെയ്ഡ്സാണ് ഉള്ളത്. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സാണ്. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു യെല്ലോ കളറാട്ടോ. എനിക്കൊന്ന് ഫോട്ടോയ്ക്കകത്ത് കുറച്ച് ഡാർക്കറായിട്ടല്ല തന്നെ കാണിക്കുന്നത്. നേരിട്ട് കുറച്ചുകൂടെ ഭംഗിയാണ്. ഒത്തിരി ലൈറ്റല്ല, എന്നാൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഡാർക്കറും ബ്രൈറ്ററും അല്ല. നോർമൽ സിമ്പിൾ പക്ഷെ നല്ല ലുക്കുള്ള യെല്ലോ ഷെയ്ഡ്. അതിൻ്റെ കൂടെ ഈ വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും ഭയങ്കര എടുപ്പാട്ടോ. ഇങ്ങനത്തെ ഈ ലൈറ്റ് കളർ ചാർട്ടിൻ്റെ കൂടെ വൈറ്റ് കളറുള്ള ത്രെഡ് വർക്ക്, ഈ ഒരു ടൈപ്പ് വർക്ക് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഇതിന് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. താഴത്തെ ബോർഡർ ആയത് ബാക്കി ഫുൾ കുഞ്ഞുകുഞ്ഞായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലൈനിങ് ആക്കിയിട്ട് ബോട്ടം വൈറ്റ് ഇട്ടാലും കാണാൻ ഭംഗിയാണ്. ഇല്ലെങ്കിൽ ആ ഒരു സെയിം തന്നെ കളർ ഇടുന്ന എനിക്കൊക്കെ ഇഷ്ടം ആ ഒരു സെയിം കളർ തന്നെ ഇടുന്ന. നമ്പർ AK 333. റേറ്റ് 1290.